വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിടുന്ന വീഡിയോ പരിശുദ്ധ ഇസ്ലാമിനെ, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ഞാനൊരു രാഷ്ട്രീയപരമായ ഒരു ബന്ധവും എനിക്കില്ല. മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും എല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ രാഷ്ട്രീയം തലക്ക് പിടിച്ച ചില ഭ്രാന്തന്മാർ വളരെ മോശമായി കമൻ്റ് ഇടുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവാണ്, ഇവരുടെയൊക്കെ സംസ്കാരം എത്രമാത്രം മോശമായിരിക്കും, അവരിലൊക്കെ വളരുന്ന മക്കൾ എത്ര മോശമായിരിക്കും. രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല, ഈ വൈരാഗ്യം, അതായത് ഹൃദയത്തിൽ വഹാബിസം അടഞ്ഞുകൂടിയിട്ട് വഹാബിസം എന്നതൊരു വൈറസാണ്. ആ വൈറസിൻ്റെ കൂടെ രാഷ്ട്രീയവും കൂടി ഉണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയം വെച്ചുകൊണ്ട് വഹാബി വൈറസ് നാട്ടിലാകെ പരത്തുന്ന ഈ വിഘടനവാദികൾ നമ്മുടെയൊക്കെ ഇതിൻ്റെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമനെ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ. കാരണം ഇവരെ വിരലുകൾ അത്രയും ചീഞ്ഞു പോയിട്ടുണ്ട്, ഇവരെ മനസ്സ് അതിനേക്കാളപ്പുറം ചീഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് നന്നാവാൻ, നല്ലൊരു മനസ്സാവാൻ അള്ളാഹുവിനോട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അവർക്കൊക്കെ. കാരണം അവർക്കും മക്കളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു മക്കളുണ്ടല്ലോ, ആ മക്കളും ഇതുപോലെ മോശമായി പോവുമല്ലോ. ഒരുപാട് ആളുകൾ വെറുത്താൽ അതോടുകൂടെ മറ്റുള്ളവരും വെറുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കള്ളത്തരീക്കത്തുകൾ, അവരെക്കുറിച്ചിടത്തോളം ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നുമല്ല. അവരുടെയൊക്കെ ഉള്ളിൽ സുന്നത്ത് ജമാഅത്തിനോടുള്ള വെറുപ്പും വൈരാഗ്യം വല്ലാതെ അങ്ങ് അടഞ്ഞുകൂടിക്കുകയാണ്. കള്ളത്തരീക്കത്തുകാർക്കും വഹാബികൾക്കൊക്കെ സുന്നത്ത് ജമാഅത്തിനോടുള്ള വെറുപ്പ്, അതിൻ്റെ ആലിമീങ്ങളോടുള്ള വെറുപ്പ് അങ്ങോട്ട് അടഞ്ഞു കൂടിയപ്പോൾ ഹൃദയത്തിൽ നിന്ന് കാഷ്ടം, പിന്നെ നമ്മളെ വയറ്റിൽ നിന്ന് കാഷ്ടം പോണ മാതിരി നാവിലൂടെ വരികയാണ് പഴയ കാഷ്ടങ്ങൾ. സത്യത്തിൽ ഇതൊക്കെ മാറ്റണം, മനുഷ്യനാവാൻ നോക്കണം. മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ എന്ന് പറഞ്ഞല്ലോ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ്. സത്യത്തിൽ അതല്ലേ നമ്മളൊക്കെ യാഥാർത്ഥ്യം? ഈ മൃഗതുല്യമായൊരു ജീവിതം ആർക്കോ വേണ്ടി രാഷ്ട്രീയക്കാർ ഇന്നിപ്പോൾ പറയുമ്പോൾ നാളെ രാഷ്ട്രീയക്കാർ മാറും. ഇന്ന് പറഞ്ഞതാവില്ല, ചിലപ്പോൾ നാളെ രാഷ്ട്രീയക്കാർ പറയാം. കാരണം ആർക്കാണോ അധികാരം കിട്ടുന്ന അവർക്കോ കാണ്ടും കൊണ്ടൊക്കെ മാറും. പക്ഷെ നമ്മൾ നയം പറയും, നയം പ്രഖ്യാപിക്കും, അത് സത്യമാണ്. കാരണം പരിശുദ്ധ ദീനിനും സുന്നത്ത് ജമാഅത്തിനും അപകടം സൃഷ്ടിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തുറന്ന് പറയും. അത് രാഷ്ട്രീയക്കാരനായിട്ടല്ല, എല്ലാ രാഷ്ട്രീയക്കാരെയും 10 മീറ്റർ അകലെയാണ് നമ്മളൊക്കെ നിർത്താറുള്ളത്. പക്ഷെ സമുദായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ചില വ്യക്തികളുടെ, എല്ലാവരും അല്ല, നല്ലവരുണ്ട്, ഒരുപാട് നല്ലവരുണ്ട്. എന്നോട് ബന്ധപ്പെടുന്ന ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. പക്ഷേ ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് അസുഖം പിടിച്ച ചില ആളുകളുണ്ട്. അവരൊക്കെ അടിയിലിടുന്ന കമൻറ്റ്, എനിക്കെന്ന് മാത്രമല്ല, ഓരോന്നിൻ്റെ അടിയിൽ പോയിടുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നാണിച്ചു പോവുകയാണ്. എത്രമാത്രം അവരെ വിരൽ ചീഞ്ഞു പോയിട്ടുണ്ട്. മനസ്സ് ചീഞ്ഞുമ്പോഴാണ് വിരൽ ചെയ്യുക, മനസ്സ് ചെയ്യുമ്പോൾ വിരൽ ചെയ്യും. അതുപോലെ തന്നെ ഈ കള്ളത്തരീക്കത്തുകാരും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ നിന്നുകൊണ്ട് വഹാബിസം നന്നായി ആ പാർട്ടിയെ നശിപ്പിക്കുന്നുണ്ട്. ആ പാർട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാണ്ടാക്കാൻ വഹാബിസം നന്നായി ശ്രമിക്കുന്നുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നിങ്ങൾ ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ആ കമൻ്റ് ഇട്ട ആളുകളോടൊന്ന് ബന്ധപ്പെട്ട് നോക്കി. അവർ കടുത്ത വഹാബികളായി. വഹാബിസം എന്ന് പറഞ്ഞാൽ മുനാഫിക്കാണ്. കാരണം ഇതാ ഹാസമ ഫജറ, മുനാഫിക്കിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇതാ ഹാസമ ഫജറ, തർക്കിച്ചാൽ തെറി പറയും. അവർക്കിഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു തെറിയാ പറയുക. അതിന് മറുപടി പറയുന്നത് നല്ലതാണ്, പക്ഷെ തെറിയാണ് അവർ പറയുക. അങ്ങനത്തെ വിഭാഗമാണ് മുനാഫിഖ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്ട് കൂടിക്കഴിഞ്ഞാൽ വഹാബിസം തനിച്ച മുനാഫിക്കാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അത് സത്യത്തിൽ സമൂഹത്തിലെ ക്യാൻസറാണ്, ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ക്യാൻസറാണ്. അത് മറ്റുള്ളവർക്ക് വ്യാപിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം വളരെ അപകടം പിടിച്ചതാണ്. അത് രാഷ്ട്രീയ പാർട്ടിയിലൂടെ നന്നായി അവർ ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാരും. അവർക്കുള്ള ലക്ഷ്യം സുൽത്താൻ ഉലമനെ ആക്ഷേപിക്കലാണ് ലക്ഷ്യം. പക്ഷെ അതിനുവേണ്ടി പല രാഷ്ട്രീയക്കാരെയും ഒപ്പം കൂടാൻ ശ്രമിക്കും. ഇതൊക്കെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ
എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും തിരിച്ചറിയും ചെയ്യാം. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം പിന്നീട് വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. നല്ലതൊക്കെ ചിന്തിക്കാനും നല്ലത് പറയാനും നല്ല മനസ്സുണ്ടാവാനും എല്ലാവരും ആണ്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.